നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള കലഹത്തിൽ അസാധാരണ നീക്കം. സിൻഡിക്കേറ്റ് ഹാൾ അടച്ചുപൂട്ടി വൈസ് ചാൻസലർ. കേരള സർവകലാശാലയിലെ തർക്കത്തിൽ അസാധാരണ നടപടിയുമായി വൈസ് ചാൻസലർ. സിൻഡിക്കേറ്റ് ഹാൾ വൈസ് ചാൻസലർ അടച്ചുപൂട്ടി. താക്കോലും VC കസ്റ്റഡിയിലെടുത്തു. അനുവാദമില്ലാതെ ആരെയും പ്രവേശിപ്പിക്കരുത് എന്നാണ് VCയുടെ നിർദ്ദേശം. VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും പ്ലാനിംഗ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഹാളിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. പിഴ ഈടാക്കുന്നതിനെ ചൊല്ലി തർക്കം. ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസുകാരനെതിരെ നടപടി. മലപ്പുറത്ത് ബാങ്കിലേക്ക് പണം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസുകാരന് സസ്പെൻഷൻ. ഡ്രൈവർ ജാഫറിനാണ് മർദ്ദനമേറ്റത്. മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദാണ് മർദ്ദിച്ചത്. അതേസമയം സംഭവം വിവാദമായതോടെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നിമിഷപ്രിയയുടെ വധശിക്ഷ. കാന്തപുരത്തിന്റെ പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്രം. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ അടക്കം പ്രതിനിധികളെ അയക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളി. 6 അംഗ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന ആക്ഷൻ കൗൺസിൽ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ തള്ളിയത്. ചർച്ച കുടുംബങ്ങൾക്കിടയിലാണ് നടക്കുന്നതെന്ന വാദം ഉന്നയിച്ചാണ് കേന്ദ്ര സർക്കാർ തള്ളിയത്. ജയിലിനുള്ളിൽ മയക്കുമരുന്ന് ഉപയോഗം. എറണാകുളം സബ് ജയിൽ വാർഡന് സസ്പെൻഷൻ. എറണാകുളം സബ് ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഷിറാസ് ബഷീറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇയാൾ ജയിലിനുള്ളിൽ വെച്ച് തന്നെ മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ഒപ്പം തന്നെ തടവുകാർക്ക് മയക്കുമരുന്ന് എത്തിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ലഹരി ഉപയോഗിച്ചുവെന്ന കണ്ടെത്തൽ. DGPക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. 9 ദിവസത്തിനു ശേഷം ലഭിച്ച നീതി. കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി. ഛത്തീസ്ഗഡിൽ ജയിലിലായിരുന്ന മലയാളി കന്യാസ്ത്രീകൾ ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങി. ബിലാസ്പൂർ NIA കോടതി ഇരുവർക്കും അല്പസമയം മുമ്പായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലായിരുന്നു. കർശന വ്യവസ്ഥകളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. NIA കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്നാണ് പ്രധാന വ്യവസ്ഥ. പാസ്പോർട്ട് NIA കോടതിയിൽ നൽകണമെന്നും ജാമ്യകാലയളവിലെ വാസസ്ഥലം NIA കോടതിയെ അറിയിക്കണമെന്നും വ്യവസ്ഥയിലുണ്ട്. പാഴ്സൽ എത്തിയത് ഗുജറാത്തിൽ നിന്ന്. പോസ്റ്റ് ഓഫീസിൽ പാഴ്സൽ കവർ സീൽ ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചു. പത്തനംതിട്ട ഇളമണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. പോസ്റ്റ് ഓഫീസിൽ കവർ സീൽ ചെയ്തപ്പോഴാണ് പൊട്ടിത്തെറിയും പുകയും ഉയർന്നത്. ഗുജറാത്തിൽ നിന്ന് സ്വകാര്യ കൊറിയർ കമ്പനി വഴി പോസ്റ്റ് ഓഫീസിലെത്തിയ പാക്കറ്റാണ് പൊട്ടിത്തെറിച്ചത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസ്. മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം. ബലാത്സംഗ കേസിൽ HD ദേവഗൌഡയുടെ ചെറുമകനും JDS മുൻ MPയുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം. ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയുടേതാണ് വിധി. ഹൊലനരസിപുര സ്റ്റേഷനിൽ 2024 രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ലൈംഗികാതിക്രമ പരാതി. മഹാരാജാസ് കോളേജിലെ അധ്യാപകനെതിരെ കേസ്. കോഴിക്കോട് ചവമ്പാല പോലീസാണ് കേസെടുത്തത്. നിലവിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ജിനീഷ് PS-നെതിരെയാണ് കേസ്. വടകര മടപ്പള്ളി കോളേജിൽ അധ്യാപകനായിരുന്നപ്പോഴാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മടപ്പള്ളി കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ അധ്യാപകനിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈയിടെ തുറന്നു പറച്ചിൽ നടത്തിയ യുവതി പിന്നീട് പോലീസിനെ സമീപിക്കുകയായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയതായി പരാതി. ദമ്പതികളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലുള്ള ഭർത്താവിന് ജാമ്യം എടുത്തു നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മണ്ണാർക്കാട് സ്വദേശി രാമചന്ദ്രൻ, തിരൂർ സ്വദേശി റൈഹാൻ, കൊപ്പം സ്വദേശി സുലൈമാൻ, ഏലംകുളം സ്വദേശി സൈനുൽ ആബിദ്, പയ്യനാട് സ്വദേശി ജസീല, പള്ളിക്കൽ ബസാർ സ്വദേശി സനൂപ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാമചന്ദ്രന്റെ പെരിന്തൽമണ്ണയിലെ ലോഡ്ജിലെത്തിച്ചാണ് യുവതിയെ പീഡനത്തിനിരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ജാമ്യത്തിന്റെ ആവശ്യത്തിനായി ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞാണ് യുവതിയെ ലോഡ്ജിലെത്തിച്ചതെന്നും പോലീസ് പറയുന്നു.
പ്രൊഫസർ MK സാനു അന്തരിച്ചു. വൈകുന്നേരം 5:35 മരണം സംഭവിച്ചത്. 99 വയസ്സായിരുന്നു. എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മലയാള സാഹിത്യലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ വിമർശകരിൽ ഒരാളാണ് വിടവാങ്ങിയത്. എഴുത്തുകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്.